ഓം ശാന്തി. ഊർജ്ജസ്വലരായിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കണം, ഉണർവും ഉന്മേഷവും ഉണ്ടായിരിക്കണം. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഊർജ്ജത്തിൻ്റെ ലെവൽ എപ്പോഴും ഹൈ ആയിരിക്കണം. ഇതാണ് എല്ലാവരുടെയും ഇഷ്ടം. പ്രോപ്പറായ ആഹാരവും എക്സസൈസും ചെയ്യുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ഊർജ്ജം നമുക്ക് ഒരു പരിധിവരെ ഹൈ ലെവലിൽ നിലനിർത്താൻ സാധിക്കും. ആരോഗ്യമുള്ള മനസ്സും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഊർജ്ജത്തിൻ്റെ ലെവൽ ഹൈ ആവൂ. പോസിറ്റീവ് തോട്ട്സും മെഡിറ്റേഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ മനസ്സും നല്ല ഹെൽത്തി ആയിരിക്കും. ആരോഗ്യവും ആഹാരവും എക്സസൈസും നല്ലതാകുന്ന സമയത്ത് ശരീരവും ഹെൽത്തി ആയിരിക്കും. എങ്കിലും ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിലെ ആ എനർജി ഈസിയായി റിലീസ് ചെയ്യാനും നമ്മൾ ഈസിയായി മണിക്കൂറുകളോളം എനർജറ്റിക് ആക്കാനും സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഡീപ്പ് ബ്രീത്തിങ് അഥവാ ദീർഘനിശ്വാസം എടുക്കുക എന്ന് പറയുന്നത്. ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജത്തിൻ്റെ ലെവൽ വളരെ ഹൈ ആവും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കുറേ നേരത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു നല്ല എനർജി ലെവലിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഡീപ്പ് ബ്രീത്തിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 10 ഗുണങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒന്ന്, ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, രക്തത്തിൻ്റെ ഉള്ളിൽ എൻഡോർഫിൻസ് എന്ന് പറയുന്നൊരു ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ഹോർമോൺ ഒരുപാട് ഗുണം ചെയ്യുന്നൊരു ഹോർമോണാണ്. ഇത് എത്ര കൂടുതൽ റിലീസ് ചെയ്യുന്നു അത്രയും നമുക്ക് ക്ഷീണം ഇല്ലാതാകും. പിന്നൊന്ന്, ഇത് വേദനാസംഹാരി പോലെ, പെയിൻ കില്ലർ പോലെ പ്രവർത്തിക്കും. അപ്പോൾ ശരീരത്തിൻ്റെ വേദനകളൊക്കെ കുറയ്ക്കാൻ ഈ എൻഡോർഫിൻ സഹായിക്കും. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്ന സമയം അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും. മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ്ങിലൂടെ എനർജി ലെവൽ ഹൈ ആവും. വലിയ ടെൻഷനും സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആ ടെൻഷനൊക്കെ ഒന്ന് റിലീസായ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ എനർജി ലെവൽ വളരെ ഹൈ ആവും. അപ്പോൾ ടെൻഷനിൽ നിന്ന് ഫ്രീ ആവാൻ നമുക്ക് സാധിക്കും. ചെറിയൊരു റെമഡി. നാലാമത്തെ ബെനിഫിറ്റ്, ഡീപ്പ് ബ്രീത്തിങ്ങിലൂടെയുള്ള നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൽ നിന്ന് ഒരുപാട് ടോക്സിൻസ് അത് റിമൂവ് ചെയ്യും. പലപ്പോഴും വെള്ളം കുടിച്ചാലൊന്നും റിമൂവ് ചെയ്യപ്പെടാത്ത ഒരുപാട് ടോക്സിൻ നമ്മുടെ ഉള്ളിലുണ്ടാകും. പക്ഷേ ഡീപ്പ് ബ്രീത്തിങ്ങിലൂടെ അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ, ഈ ദീർഘനിശ്വാസം എടുക്കുമ്പോൾ അതിലൂടെ ഈ ടോക്സിൻസിനെ പുറത്ത് കളയാനായിട്ട് അത് സഹായിക്കും. അഞ്ചാമത്തെ വിശേഷത എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ നട്ടെല്ല് നിവർന്നിരിക്കും. അപ്പോൾ ബോഡി പോസ്ചർ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ഡീപ്പ് ബ്രീത്തിങ് നമ്മളെ സഹായിക്കും. ആറാമത്തെ ഗുണമെന്ന് പറയുന്നത് അത് ബ്ലഡിൻ്റെ അസിഡിക് മീഡിയത്തിൽ നിന്നും ആൽക്കലൈൻ മീഡിയത്തിലേക്ക് ചേഞ്ച് ചെയ്യും. സാധാരണ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുമ്പോൾ, സ്ട്രെസ് അനുഭവിക്കുമ്പോൾ, ജങ്ക് ഈറ്റിംഗ്, കണ്ണി കണ്ടതൊക്കെ നമ്മളിങ്ങനെ തിന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ അസിഡിക് മീഡിയം കൂടുതലാകും. അത് ശരീരത്തിന് ഒരുപാട് ദോഷകരമാണ്. പക്ഷേ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി അസിഡിക് മീഡിയത്തിൽ നിന്നും ആൽക്കലൈൻ മീഡിയത്തിലേക്ക് പരിവർത്തനം വരും. അത് ചേഞ്ച് ആവും. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ക്യാൻസറിൻ്റെ അണുക്കളെ പോലെയുള്ള പലതിനും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഈ ആൽക്കലൈൻ മീഡിയം എന്ന് പറയുന്നത്. ഏഴാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിന് ഇമ്പ്രൂവ് ചെയ്യും. അസിഡിറ്റി കുറയ്ക്കുക, വേഗം ദഹനം ഉണ്ടാവുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡീപ്പ് ബ്രീത്തിങ് അഥവാ ദീർഘനിശ്വാസം നമ്മളെ സഹായിക്കും. ഇനി എട്ടാമത്തത്, ഡീപ്പ് ബ്രീത്തിങ് കീപ്സ് അവർ ലിംഫാറ്റിക് സിസ്റ്റം ക്ലീൻ. നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം ക്ലീൻ ചെയ്യാൻ ഡീപ്പ് ബ്രീത്തിങ് അല്ലാതെ വേറൊരു പോംവഴിയുമില്ല. ആന്തരിക അവയവങ്ങളെ ക്ലീൻ ചെയ്യാനും ഡീപ്പ് ബ്രീത്തിങ് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഒമ്പതാമത്തെ ഗുണം എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ബ്ലഡ്. ബ്ലഡിലെ ഓക്സിജൻ്റെ ലെവൽ കൂട്ടും, അതിൻ്റെ ബ്ലഡിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. പത്താമത്തെ ഗുണം എന്ന് പറയുന്നത് ഈ ഡീപ്പ് ബ്രീത്തിങ് ഗീവ്സ് എക്സ്ട്രാ ഓക്സിജൻ ടു അവർ ബ്രെയിൻസ്. നമ്മുടെ തലച്ചോറിന് എക്സ്ട്രാ ഓക്സിജൻ നൽകും. നമ്മളെടുക്കുന്ന ഓക്സിജൻ്റെ 25% നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് ആവശ്യം. അപ്പോൾ കൂടുതൽ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്ന സമയം നമ്മുടെ തലച്ചോറിന് കൂടുതൽ ഓക്സിജൻ നൽകാൻ സഹായിക്കും. ഇങ്ങനെ വളരെ നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹോന്മേഷമാക്കാൻ സഹായിക്കുന്ന വലിയ ഒരു കാര്യമാണ് ഈ ദീർഘനിശ്വാസം ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദീർഘനിശ്വാസം എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്, അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്.
അതിന് ചെറിയൊരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. എക്സ് 4x 2x. അതായത് എക്സ് എന്ന് വെച്ചാൽ 3 എന്നർത്ഥം, 3 എന്ന നമ്പർ. 4x എന്ന് വെച്ചാൽ 12, 2x എന്ന് വെച്ചാൽ 6. നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നതും ഉള്ളിൽ നിലനിർത്തുന്നതും പുറത്തേക്ക് വിടുന്നതുമായ നമ്പറുകളെയാണ് ഈ എക്സ് 4x 2x എന്ന നമ്പർ കൊണ്ട് സിസ്റ്റർ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുമ്പോൾ നമ്മുടെ നാഭിയിൽ നിന്ന് ഉള്ളിലേക്ക് ശ്വാസം നന്നായി വലിച്ചെടുക്കുന്നതായി ഫീൽ ചെയ്യണം. ആ സമയത്ത് 1 2 3 എന്ന് എണ്ണാം. 3 വരെ എണ്ണിക്കഴിയുമ്പോൾ എടുത്ത ഓക്സിജനെ ഉള്ളിൽ നിർത്തണം. ഉള്ളിൽ ഓക്സിജൻ നിന്നതിന് ശേഷം 12 വരെ എണ്ണുക. 1 2 3 4 5 6 7 8 9 10 11 12. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ എണ്ണാം, അല്ലെങ്കിൽ നമ്മുടെ വിരലുപയോഗിച്ച് ഇങ്ങനെ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ അത്രയും നേരം നമ്മൾ ഓക്സിജൻ ഉള്ളിൽ പിടിച്ച് നിർത്തി. അതിനുശേഷം 6 എണ്ണുന്ന അത്രയും നേരം കൊണ്ട് പതുക്കെ പുറത്തേക്ക് റിലീസ് ചെയ്യണം. 1 2 3 4 5 6 നിങ്ങൾക്ക് എണ്ണാം, അല്ലെങ്കിൽ വിരലിൽ ഇങ്ങനെ ശ്വാസം ഉള്ളിൽ പിടിച്ചുകൊണ്ട് പതുക്കെ വിട്ട് 6 എന്നാകുമ്പോഴേക്കും പൂർണ്ണമായും ശ്വാസത്തിനെ പുറത്തു വിടാം. നമുക്ക് ചെയ്ത് നോക്കാം. ശ്വാസം എടുക്കുക, ഇതുപോലെ ദീർഘനിശ്വാസം 3 സെക്കൻഡ് ഉള്ളിലേക്ക് എടുക്കുക, 12 സെക്കൻഡ് ഉള്ളിൽ പിടിച്ചു നിർത്തുക, 6 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് പതുക്കെ പൂർണ്ണമായും ശ്വാസത്തിനെ പുറത്ത് വിടുക. വീണ്ടും ഇതേപോലെ ശ്വാസം എടുക്കുക. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല എനർജി ലെവൽ ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളും ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് നിത്യജീവിതത്തിൽ ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിനേക്കാളൊക്കെ മുന്നേ ദീർഘനിശ്വാസം എടുത്ത് നോക്കൂ, അതിൻ്റെ ഊർജ്ജത്തിനെ ആനന്ദിക്കൂ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ചെയ്തവർക്കും അകമഴിഞ്ഞ